സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം മഞ്ചൂരിൽ വീട്ടിൽ കയറി യുവതിയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ഈ സംഭവം നടന്ന് 30 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് പോലീസിന് യാതൊരു സൂചനയുമില്ല. അക്രമി എത്തിയത് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ് സൂചന. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്നാണ് പോലീസിന്റെ സംശയം. ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഡാൻ, ഈ സംഭവം നടന്നിട്ടിപ്പോൾ ഒരു ദിവസം പിന്നിട്ടു. യാതൊരു രീതിയിലുള്ള സൂചന ആരാണ് വെടിവെച്ചതെന്ന ഒരു കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷെ ഒരു സ്ത്രീയാണെന്ന് ഉറപ്പിക്കുന്നു. ഇതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് ഈ കൃത്യം നടത്തിയതെന്ന് കണ്ടെത്താൻ എന്തുകൊണ്ടാണ് പോലീസിന് ഇതുവരെയും കഴിയാത്തത്? ഡാൻ, ഏറ്റവും ഈ പരിക്കേറ്റ്, അതായത് ഈ വെടിവയ്പിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഷിനിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയാൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചന അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. ഇന്നലെ ആശുപത്രി കിടക്കയിൽ വെച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ഷിനിയുടെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതായത് ഈ തുടർച്ചയായി ഷിനിയുടെ പേര് ആവർത്തിച്ച ഇവർ ആവശ്യപ്പെടുന്നു. ഷിനി തന്നെ ഒപ്പിട്ട് നൽകണമെന്ന് പറയുന്നു. അങ്ങനെ ഒപ്പിട്ട് നൽകാൻ വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിനൊടുവിൽ 2 തവണ കൈക്ക് നേരെ വെടിയുതിർക്കുന്നു. ഇക്കാര്യമാണ് ഇന്നലെ ഷിനിയുടെ വീട്ടിലുണ്ടായിരുന്ന, ഈ വഞ്ചൂരിലെ പോസ്റ്റ് ഓഫീസ് ലൈനിലുണ്ടായിരുന്ന വീട്ടിലുണ്ടായിരുന്ന ഷിനിയുടെ ഭർത്തൃപിതാവ് അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചതും പോലീസിനോട് പറഞ്ഞതുമെല്ലാം ഈ കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് തങ്ങൾക്ക് ആരോടും വിരോധം ഇല്ല എന്നും തങ്ങളോട് ആർക്കും വൈരാഗ്യമുള്ളതായി അറിയത്തില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ആ കാര്യങ്ങൾ തന്നെയാണ് പോലീസിന് മുമ്പോഴും അവർ മൊഴി നൽകിയത്. അതിന് പിന്നാലെയാണ് ആശുപത്രിയിലെത്തി അന്വേഷണ സംഘം ഷിനിയുടെ വിശദമായ മൊഴിയെടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള സൂചനകളൊന്നും അവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ ഇന്നലെ വ്യക്തമാക്കിയത്. അതിനിടയിലാണ് സമീപത്തു നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ പരിശോധന നടത്തിയത്. പക്ഷേ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ നിന്ന് ഈ അക്രമി എത്തിയെന്ന് കരുതപ്പെടുന്ന വാഹനത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പക്ഷേ ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യാജമായതോടെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും വഴിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ വ്യാജമായ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചിരുന്ന വാഹനത്തിൻ്റെ യഥാർത്ഥ ഉടമയെക്കുറിച്ചുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. എന്തായാലും ഇവരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മുൻവൈരാഗ്യത്തിൻ്റെ കാരണം എന്താണ്, മുൻവൈരാഗ്യമെന്ന് പോലീസ് ഉറപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുമില്ല. ഏറ്റവും ഡാൻ, ഈ ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ ആസൂത്രിതമായിട്ടുള്ള ഒരു വെടിവെപ്പ് എന്ന് തന്നെ മനസ്സിലാക്കണം. ഇതൊരു സ്ത്രീയാണ് വെടിവെച്ചതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിവിരോധമാകാം. ഈ സംഭവത്തിന് പിന്നിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? കാരണം ആ കാര്യങ്ങളെക്കുറിച്ചൊരു സൂചന ലഭിക്കണമെങ്കിൽ കൃത്യമായി ഈ വാഹനം കടന്നു പോകുന്ന വഴിയിലെ CCTV ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് ഇവർ വാഹനം ഓടിച്ച് പോകുന്നു എന്ന് സ്ഥിരീകരിക്കാവുന്ന സൂചന മാത്രം. അതിനപ്പുറത്തേക്ക് ആ വാഹനത്തിനുള്ളിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നത് കൃത്യമായി പോലീസിന് ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് ഷിനിയുടെ ഭാഗത്തു നിന്നും പോലീസിന് വിശദമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ഇവർ തനിച്ചാണ് ഈ വാഹനത്തിൽ എത്തിയത് എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ വാഹനത്തിൽ മറ്റാരെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വേണം. പക്ഷേ ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആസൂത്രണം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നിരുന്നുവെന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കാരണം വഞ്ചൂരിൽ നിന്ന് ഈ പോസ്റ്റ് ഓഫീസ് ലൈനിലേക്ക് കയറുന്ന വഴി ഇടുങ്ങിയൊരു വഴിയാണ്. 2 വലിയ വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ തിരക്കൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പെട്ടെന്ന് വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഷിനിയെ എവിടെയെന്ന് ചോദിക്കുന്നു. അങ്ങനെ ആവർത്തിച്ച് ചോദിച്ച് അവർ തന്നെ ഒപ്പിട്ട് നൽകണമെന്ന് പറയുന്നു. അങ്ങനെ ഇത് തർക്കത്തിലേക്ക് നയിക്കുന്നു. ഷിനി വരുന്നു. ഷിനിയുടെ കൈയുടെ നേർക്ക് 2 തവണ തുടർച്ചയായി വെടിയുതിർക്കുന്നു. അവരെ രക്ഷപ്പെടുത്താൻ കുടുംബാംഗങ്ങൾ ശ്രമിക്കുന്നതിനിടയിൽ ഈ സ്ത്രീ, അജ്ഞാതയായ സ്ത്രീ വാഹനത്തിൽ കയറി അതിവേഗത്തിൽ രക്ഷപ്പെട്ടു പോകുന്നു. ഇത് ചുരുങ്ങിയ മിനിറ്റുകൾക്കകത്താണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിനോടകം മറുവശത്ത് നിന്നൊരു വാഹനം ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ
ഇവരുടെ വാഹനത്തിന് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം വരുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം തന്നെയാണ് ഈ വാഹനത്തിൽ ഇവർ അതിവേഗം അവിടുന്ന് പാഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ട് എന്ന് പോലീസും ഉറപ്പിക്കുന്നതിൻ്റെ കാര്യം. കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളിലടക്കം കണ്ണ് മാത്രമാണ് പുറത്ത് കാണുന്നത്, മുഖം കൃത്യമായി മറച്ചിരിക്കുകയാണ്. മറ്റ് സൂചനകളൊന്നും ഇവരെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയിക്കുന്നത് ആരെയാണെന്ന് വ്യക്തമാക്കേണ്ടത് ശരി തന്നെയാണ്, അല്ലെങ്കിൽ ശനിയുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളാണ്. അവരങ്ങനെ ഒരു സംശയത്തിൻ്റെ ലാഞ്ചന പോലും പോലീസിന് മുമ്പിൽ വ്യക്തമാക്കുന്നുമില്ല. അതുകൊണ്ട് കൃത്യമായി ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ലഭ്യമായിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രതിയിലേക്ക് എത്തുന്ന സൂചനകൾ ലഭിച്ചാൽ മാത്രമേ ആ വഴിയിൽ ഇവരാരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ ഇനി ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിന് ശേഷം ഷിനിയുടെ ഭാഗത്തു നിന്ന് വിശദമായി ഈ സംഭവം നടന്നിട്ട് ഇത്രയും മണിക്കൂറായി, 30 മണിക്കൂർ പിന്നിട്ടു. ഇതുവരെയും ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ അന്വേഷണത്തെ ഒരു വീഴ്ചയായി തന്നെ കാണേണ്ടതല്ലേ? കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും CCTVകളുണ്ട്. പോലീസ് ഈ സമയത്തിനിടെ എത്ര CCTVകൾ പരിശോധിച്ചു? അവസാനമായി ഈ അക്രമി എവിടെ വരെയാണ് സഞ്ചരിച്ചതെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഡാൻ തന്നെ റിപ്പോർട്ട് ചെയ്ത, നമ്മൾ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് കൊല്ലത്ത് 2 വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയ, 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവം. ആ ഒരു കേസ് പരിശോധിക്കുമ്പോൾ സമാനമായ രീതിയിൽ, അതായത് വ്യാജ നമ്പർ പ്ലേറ്റ്, ഈ പ്രതികൾ കടന്നു പോകുന്നു. പിന്നീട് പോലീസ് അല്പം വൈകിയാണെങ്കിൽ പോലും പ്രതിയെ കണ്ടെത്താനും ഈ കുട്ടികളെ മോചിപ്പിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു. ഇതുപോലുള്ള മറ്റൊരു സംഭവം, അതായത് വ്യാജ നമ്പർ പ്ലേറ്റിൽ ഈ അക്രമി എത്തുന്നു, അവിടെ നിന്ന് സ്ഥലത്ത് നിന്നും കടന്നു കളയുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഈ CCTVകൾ ഇത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത്? ഡാൻ, പ്രതിയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസാണ് വിശദീകരിക്കുന്നത്. അതിനപ്പുറത്ത് അവരെ ഏതെങ്കിലും തരത്തിൽ ട്രേസ് ചെയ്തിട്ടുണ്ടോ, അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ നമ്മളോട് പറയാത്തതാണ്. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്താണ് കാര്യമെന്ന്. പക്ഷേ അവർ അത് വ്യക്തമാക്കാത്തതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങൾ കാണും. അങ്ങനെ എന്തെങ്കിലും അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടത് ഷിനിയുടെ കുടുംബമാണ്, അല്ലെങ്കിൽ ഷിനിയാണ്. അവരിതുവരെ അങ്ങനെ പോലീസ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുകയാണ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി എന്തോ ഒന്ന് മറയ്ക്കാനുണ്ട്. ആ മറയ്ക്കാനുള്ള കാരണം ഉദ്യോഗസ്ഥർക്കും ഈ അന്വേഷണ സംഘത്തിനും ഈ കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരിക്കും അറിയാവുന്നത്. അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെ വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണത്തിൽ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കങ്ങ് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇതിനോടകം അവരെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ഇങ്ങനെയൊരു മുൻവൈരാഗ്യമാണ് ഇങ്ങനെയൊരു വെടിവയ്പ്പിലേക്ക് നയിച്ചതെങ്കിൽ ആ വൈരാഗ്യത്തിൻ്റെ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. സ്വാഭാവികമായി ആ വഴിയിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാർ തന്നെയാണ് അന്വേഷണം ഇപ്പോഴും ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നതും. ടോം, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് യുവതിയെ വീട്ടിൽ കയറി തോക്കുപയോഗിച്ച് വെടിവെച്ച സംഭവത്തിൽ പ്രതിയെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. ഇതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണ്, മുൻവൈരാഗ്യമാണെന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ കാരണം കണ്ടെത്തണം. ഈ വീട്ടുകാരും ഇത് തങ്ങൾക്കൊരു ആരുടെ ഭാഗത്തുനിന്നും ഒരു ശത്രുതയില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ.